ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ്. ഇന്ന് നമ്മളൊരു ബെഡ്റൂമിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ മോഡലിംഗ്, ടെക്സ്ചറിങ്, ലൈറ്റിംഗ്, റെൻഡറിങ്, അതേപോലെ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ വരുന്നത്. ആദ്യം നമുക്ക് അതിൻ്റെ ഫൈനൽ ഔട്ടൊന്ന് കാണാം, എന്നിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ കണ്ട ഈ ഒരു റൂമാണ് നമ്മൾ മോഡൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കിച്ചൺ ഇതേപോലെ തന്നെ റെൻഡറിങ്, പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ അതിൻ്റെ ഫൈനൽ പാർട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം അതിൻ്റെ ഫയൽ ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ അത് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കി, പക്ഷേ അതിൻ്റെ ബേസിക് ഫയൽ മാത്രം നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ടെക്സ്ചറിങ്ങും അതിൻ്റെ മോഡൽസ് കാര്യങ്ങളെല്ലാം മിസ്സായത് കാരണം അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ, ഈ ബെഡ്റൂം വീഡിയോയുടെ അവസാനത്തെ പാർട്ടിൽ നമുക്ക് അതും കൂടെ കവർ ചെയ്യാം. എന്ന് വെച്ചാൽ അതിൽ നമുക്ക് ബാക്കി ഉണ്ടായിരുന്നത് അതിൽ ആ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നതും പിന്നെ അതുപോലെ ഫൈനൽ റെൻഡറിങ് വരുന്നു. അപ്പോൾ ഇതിലും അതേപോലെ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഇതിൻ്റെ ഫൈനൽ റെൻഡറിങ് ഇതേ സെറ്റപ്പ് തന്നെയാണ്, റെൻഡറിങ് സെറ്റപ്പൊക്കെ തന്നെയാണ് അതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലാസ്റ്റിൽ ആ ഒരു വീഡിയോയുടെ ലാസ്റ്റ് പാർട്ട് കൂടെ നമുക്ക് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ആ ബെഡ്റൂം മോഡൽ ചെയ്തെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ഓട്ടോക്കായുള്ള ഒരു പ്ലാൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മുന്നേ ചെയ്തതുപോലെ അതിൻ്റെ എലിവേഷനോ കാര്യങ്ങളോ ഒന്നും സെറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് പ്ലാന് മാത്രം സെറ്റ് ചെയ്യുക. എന്നിട്ട് 3D ഇമ്പോർട്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ മോഡലിംഗ് എല്ലാം അതിൽ നിന്നാണ് ചെയ്യുന്നത്. അല്ലാണ്ട് എലിവേഷനോ അതിൻ്റെ മറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ ഓട്ടോക്കാഡിൽ നിന്ന് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിവിടെ റൂമിൻ്റെ അളവ് ഉദ്ദേശിക്കുന്നത് 6 മീറ്റർ വീതിയും 6 മീറ്റർ നീളവുമാണ്. അപ്പോൾ അത് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അത് റെക്റ്റാങ്കിൾ വരച്ചു, സെൻറ്റിമീറ്ററിലാണ് ചെയ്യുന്നത്. അപ്പോൾ 600 ടൈപ്പ് ചെയ്തു, 600. ഇതാണ് നമ്മുടെ റൂം. ഞാൻ അതിനൊന്ന് ഓഫ്സെറ്റ് ചെയ്തെടുക്കുകയാണ്. വാൾ തിക്നെസ് ഒരു 20 സെൻറ്റിമീറ്റർ. ഓക്കെ. പിന്നെ അതിൻ്റെ എൻട്രൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ലെവലിൽ, ഇവിടെയാണ് അതിൻ്റെ ഡോറ് വരുന്നത്. പിന്നെ അതേപോലെ ഈ ഒരു സൈഡിലാണ് അതിൻ്റെ ബെഡ് പ്ലാൻ ചെയ്യുന്നത്. അതേപോലെ ബാഡ്റൂബ്, മറ്റ് TV യൂണിറ്റ് കാര്യങ്ങളെല്ലാം ഈ ഒരു സൈഡിൽ. അപ്പം ഞാനിവിടെ അതിൻ്റെ ഡോറൊന്ന് മാർക്ക് ചെയ്യുകയാണ്. ജസ്റ്റ് ലൈൻ വരച്ച് വന്നിട്ട് നമ്മൾ വാർഡ്രോബ് എല്ലാം കൂടെ ഒരു 60 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡോറിൻ്റെ പോർഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഒരു 60 സെൻറ്റിമീറ്റർ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡോറിൻ്റെ ഭാഗം 1 മീറ്റർ അല്ലെങ്കിൽ 1.10, ഞാൻ 1 മീറ്റർ കൊടുക്കുകയാണ്. ട്രിം ചെയ്തിട്ടു. ഇനി ഈ ഭാഗത്താണ് നമ്മുടെ വിൻഡോ വരുന്നത്, ഫുൾ ലെങ്ത് വിൻഡോ ആണ്. അപ്പം ഞാൻ TRA എൻ്റർ അടിച്ചു. ഇവിടുന്ന് ഇങ്ങോട്ടൊരു 40 സെൻറ്റിമീറ്റർ വിടുകയാണ്. അതേപോലെ തന്നെ ഇവിടുന്ന് ഒരു 60 സെൻറ്റിമീറ്റർ നമ്മൾ ഡോറിൻ്റെ ആ പോർഷനിൽ വിട്ടതേപോലെ 60 സെൻറ്റിമീറ്റർ വിട്ടിട്ട് ഇവിടെ ഒരു ലൈന് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ വിൻഡോ മാർക്ക് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓട്ടോകാഡിൽ നിന്ന് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്തിട്ട് 3D ഇമ്പോർട്ട് ചെയ്യാം. ഞാൻ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു, ഒരു പേര് കൊടുക്കുകയാണ്, ബെഡ്റൂം. ഫയൽ നെയിമും കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ CAD ഫയൽ സേവ് ചെയ്തു. ഇനി നമുക്ക് 3D ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. നമുക്ക് മാക്സ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്കിതിൽ യൂണിറ്റ് സെറ്റ് ചെയ്യണം. നമ്മൾ ഓട്ടോകാഡിൽ സെൻറ്റിമീറ്ററിലാണ് ചെയ്തത്. അപ്പോൾ മാക്സിലും അതേ യൂണിറ്റ് തന്നെ കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് കസ്റ്റമൈസിൽ യൂണിറ്റ് സെറ്റപ്പ് എടുക്കുക. ഇവിടെ ഞാൻ സെൻറ്റിമീറ്റർ ആക്കുകയാണ്. അതേപോലെ സിസ്റ്റം യൂണിറ്റ് സെറ്റപ്പിലും സെൻറ്റിമീറ്റർ തന്നെ ആക്കുക. ഓക്കെ കൊടുക്കുക. ഓക്കെ. ഇനി നമുക്ക് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ CAD ഫയൽ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഫയലിൽ ഇമ്പോർട്ട്,
ആ ഫയൽ സെലക്ട് ചെയ്ത് നമ്മൾ ഓപ്പൺ കൊടുത്തു. അപ്പോൾ വരുന്ന ബോക്സിൽ ഇവിടെ ഇൻകമിംഗ് ഫയൽ യൂണിറ്റ് എന്നുണ്ടാവും. അതിൽ ഇഞ്ചസ് ആയിരിക്കും ഡീഫോൾട്ടായിട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. അതിൽ അതും സെൻറ്റിമീറ്റർ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മളെ പ്ലാൻ ഇതിലേക്ക് ഇമ്പോർട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വാൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബോക്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലൈൻ യൂസ് ചെയ്യാം, റെക്റ്റാങ്കിൾ, അതേപോലെ ഏത് ടൂൾ യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഷേപ്സിൽ റെക്റ്റാങ്കിൾ ആണ്. ഓരോ വാളും റെക്റ്റാങ്കിൾ വെച്ച് വരച്ചിട്ട് പിന്നെ അതിനെ എക്സ്ട്രൂഡ് ചെയ്തെടുക്കുകയാണ്. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ക്യാമറ വ്യൂ ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാമറ സെറ്റ് ചെയ്യാനും അതിൽ നിന്ന് ഈ വാളുകളൊക്കെ ഹൈഡ് ചെയ്യാനും കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവും. അതുകൊണ്ടാണ് ഞാൻ ഈ റെക്റ്റാങ്കിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ടോപ്പ് വ്യൂ ഒന്ന് മാക്സിമൈസ് ചെയ്തു. എന്നിട്ട് ഗ്രിഡ് പോയിന്റ്സ് ഒക്കെ ഞാൻ ഹൈഡ് ചെയ്യാണ്. ജി പ്രസ് ചെയ്യുക, ഗ്രിഡ് പോയിന്റ്സ് ഒക്കെ ഹൈഡ് ചെയ്യാം. ഇനി റെക്റ്റാങ്കിൾ ടൂൾ എടുത്തു. എന്നിട്ട് ഇവിടെ സ്നാപ്പ് ടോഗിൾ ഓൺ ചെയ്യണം. അതിൽ ഞാൻ യൂസ് ചെയ്യുന്നത്, അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്സ് വരും. അതിൽ ഞാൻ ഈ വെർട്ടെക്സ് എന്നുള്ള ഓപ്ഷൻ മാത്രമേ ടിക്ക് ഓൺ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഇതിനെ ക്ലോസ് ചെയ്യുക, സ്നാപ്പ് ടോഗിൾ ഓൺ ചെയ്തു. എന്നിട്ട് ഇതേപോലെ ഇതിൻ്റെ ഓരോ വാളും ഓരോ പോർഷനും നമുക്ക് ഇതേപോലെ ഓരോ റെക്റ്റാങ്കിൾ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ വാളും ഇതേപോലെ റെക്റ്റാങ്കിൾ വെച്ച് വരച്ചു. ഇനി ഇതിനെ എക്സ്ട്രൂഡ് ചെയ്ത് എടുക്കുകയാണ്. ഞാൻ മോഡിഫയർ ലിസ്റ്റിൽ എക്സ്ട്രൂഡ് എടുത്തു. ഇതിൻ്റെ എമൗണ്ട്, വാളിൻ്റെ ഹൈറ്റ് നമ്മൾ കൊടുക്കുന്നത് 320 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ എല്ലാ റെക്റ്റാങ്കിളും സെലക്ട് ചെയ്തിട്ട് ഈ 320 സെൻറ്റിമീറ്റർ അപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ എല്ലാ വാളും ഇതേപോലെ എക്സ്ട്രൂഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡോറിൻ്റെ പോർഷൻ, ഡോറിൻ്റെ ഹൈറ്റ് വരുന്നത് 2:10 ആണ്. അപ്പോൾ അത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒന്നുകൂടി റെക്റ്റാങ്കിൾ എടുത്തു. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒരു റെക്റ്റാങ്കിൾ പ്ലേസ് ചെയ്തു. എന്നിട്ട് മോഡിഫയർ ലിസ്റ്റിൽ എക്സ്ട്രൂഡ്. ടോട്ടൽ ഹൈറ്റ് 320 ആണ്. അപ്പോൾ അതിൽ നിന്ന് 2:10 പോയി കഴിഞ്ഞാൽ 1:10 മൈനസ് 1:10 കൊടുക്കുകയാണ്. അപ്പോൾ അത് താഴോട്ട് വരും. അതേപോലെ തന്നെ വിൻഡോൻ്റെ പോർഷനായിട്ട് വരുന്നത് റെക്റ്റാങ്കിൾ എടുത്തു. റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ എക്സ്ട്രൂഷൻ വാല്യൂ ഞാനിവിടുന്ന് താഴോട്ട് ഒരു -50 ആണ് കൊടുക്കുന്നത്. 50 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 40 സെൻറ്റിമീറ്റർ, എത്ര വേണമെങ്കിൽ കൊടുക്കാം. അതേപോലെ ഒരു റെക്റ്റാങ്കിളും കൂടെ എടുത്തു. ഇതിൻ്റെ സിൽ ലെവൽ ഞാൻ കൊടുക്കുന്നത് എക്സ്ട്രൂഷൻ എമൗണ്ട് 20 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഫുൾ ലെങ്ത് വിൻഡോ ആയതുകൊണ്ട് 20 സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുത്തു. ഇനി ഞാൻ ചെയ്യുന്നത്, നമ്മൾ ഇത്രയും ഒബ്ജക്ട്സിനെ ഫുള്ളായിട്ട് സെലക്ട് ചെയ്തിട്ട് അതിനെ ഞാനൊന്ന് ഗ്രൂപ്പാക്കി എടുക്കുകയാണ്. ഗ്രൂപ്പ് കൊടുത്തു. എന്നിട്ട് അതിൽ വാള് എന്നുള്ള പേര് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു. ഇതെന്തിനാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മെറ്റീരിയലൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മളിതെല്ലാം വേറെ വേറെ ഒബ്ജക്റ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ കൊടുക്കുന്ന സമയത്ത് വേറെ ഒബ്ജക്റ്റുകളൊക്കെ ഇതിലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് മെറ്റീരിയൽ കൊടുക്കേണ്ടത്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇതിനൊരു ഗ്രൂപ്പാക്കി വെച്ചു. ഇനി നമുക്ക് മെറ്റീരിയൽ കൊടുക്കുന്ന സമയത്ത് ഈ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്തിട്ട് ആ മെറ്റീരിയൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് സമയം കുറച്ചുകൂടി ലാഭം കിട്ടും. ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളത് അടുത്ത വിൻഡോ സെറ്റ് ചെയ്യാണ്. വിൻഡോസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടോപ്പ് വ്യൂ എടുത്തു. അത് നമുക്കിതിൽ ഫിക്സഡ് വിൻഡോ ആണ് സെറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വിൻഡോസിൽ തന്നെ, എന്നുവെച്ചാൽ നമ്മളുടെ മാക്സിലുള്ള ഡിഫോൾട്ട് ആയിട്ടുള്ള വിൻഡോസിൽ പോയിട്ട് അതിൽ ഫിക്സഡ് വിൻഡോ സെലക്ട് ചെയ്തു. എന്നിട്ട് സ്നാപ്പ് ടോഗിൾ ഓൺ ചെയ്തുകൊണ്ട് ഞാനിവിടെ ടോപ്പ് വ്യൂവിൽ നമുക്ക് വിൻഡോ എവിടെയാണ്, വിൻഡോൻ്റെ പോർഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു ഡ്രാഗ് ചെയ്തു. ഓക്കെ, നമുക്ക് വിൻഡോൻ്റെ വിഡ്ത്ത് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കാം. ഞാനത് ഈ ഒരു പോർഷനിൽ തന്നെ കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മോഡിഫൈയിൽ വന്നിട്ട് നമുക്ക് ബാക്കി സെറ്റിങ്സ്, ഈ വിൻഡോക്ക് വേണ്ട ബാക്കി സെറ്റിങ്സൊക്കെ കൊടുക്കാം. അതിൽ ഹൈറ്റ് വരുന്നത് നമുക്ക് 2:50 ആണ് വിൻഡോൻ്റെ ഹൈറ്റ് നമുക്ക് വരിക. കാരണം 320 ടോട്ടൽ ഹൈറ്റിൽ നിന്ന് ഇവിടെ 50 സെൻറ്റ്, ഇവിടെ 20 സെൻറ്റ്, അങ്ങനെ ടോട്ടൽ 70 സെൻറ്റ് പോയി കഴിഞ്ഞാൽ ബാക്കി ഹൈറ്റ് 250 സെൻറ്റിമീറ്റർ വരും.
ഇനി അതിൻ്റെ വിഡ്ത്ത് നമ്മളിവിടെ സ്നാപ്ടോഗിൾ വെച്ച് കൊടുത്തുകൊണ്ട് 5 മീറ്റർ കറക്റ്റാണ്. അതിൻ്റെ ഡെപ്ത്ത് ഞാനൊരു 15 സെൻറ്റിമീറ്റർ കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിതിനെ മൂവ് ചെയ്തിട്ട് നമുക്കൊന്ന് താഴോട്ട് വെക്കാം. സ്നാപ്ടോഗിൾ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ഷോർട്ട് കീ എന്ന് പറയുന്നത് എസ് ആണ് കേട്ടോ. എസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവും, എസ് ഒന്നൊരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവും. നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ താഴോട്ട് മൂവ് ചെയ്തു. വീണ്ടും ഞാനൊന്ന് സ്നാപ്ടോഗിൾ ഓൺ ചെയ്തിട്ട് ഇതിനെ പിടിച്ചിട്ട് ഈ അറ്റത്തേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ്. കറക്റ്റായിട്ടുള്ള പോയിൻറ്റ്സിൽ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ ഇതിൽ ഒറിസോണൽ വിഡ്ത്ത് ഞാനിവിടെ 7 സെൻറ്റിമീറ്റർ ഡിഫോൾട്ട് ആയിട്ടുണ്ട്, അത് തന്നെ കൊടുക്കുകയാണ്. അതേപോലെ 7 സെൻറ്റിമീറ്റർ വെർട്ടിക്കൽ വിഡ്ത്ത്, തിക്നെസ് 5 സെൻറ്റിമീറ്റർ കൊടുത്തു. ഗ്ലേസിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലാസിൻ്റെ പോർഷനാണ്, അത് 0.2. ഓക്കെ, പിന്നെ റെയിൽ ആൻഡ് പാനൽസ് എന്ന് വെച്ചാൽ നമ്മൾ വെർട്ടിക്കലായിട്ട് ഇവിടെ ലൈൻസ് കൊടുത്തിട്ടുണ്ട്, അതാണ് ഇവിടെ. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ പാനൽസ് ഓഫ് ചെയ്യാം. 1 കൊടുത്തു കഴിഞ്ഞാൽ ഓഫ് ആവും. പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടി കൊടുക്കാം, അതേപോലെ എത്ര വേണമെങ്കിലും കൂട്ടി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 പാർട്ടീഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇവിടെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ വെർട്ടിക്കലായിട്ടാണ് വരിക, അത് നമുക്ക് ആവശ്യമില്ല. ഞാനിവിടെ 1 തന്നെ കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ ഫ്ലോറ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടോപ്പ് വ്യൂ എടുത്തു. ടോപ്പ് വ്യൂ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു റെക്റ്റാങ്കിൾ കൊണ്ട് വരക്കുകയാണ്. ഷേപ്സ് റെക്റ്റാങ്കിൾ എടുത്തിട്ട് സ്നാപ്ടോഗിൾ ഓൺ ചെയ്തു. ഒരു റെക്റ്റാങ്കിൾ കൂടെ ഇതിനെ കവർ ചെയ്തിട്ട് മുകളിൽ വരയ്ക്കുക. ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് താഴോട്ട് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂവ് ടൂളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെഡ് ആക്സിസിൽ 320 എന്നായിരിക്കും ഉണ്ടാവുക. അത് നമുക്ക് ഇവിടെയും ചേഞ്ച് ചെയ്യാം കേട്ടോ. ഈ സെഡ് ആക്സിസ് ആയാലും മതി. എനിക്ക് ചെയ്ത് ശീലം. അതേപോലെ മൂവ് ടൂളിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ സെറ്റിങ്സിൽ മാറ്റാറാണ്. അപ്പോൾ ഈ സെഡിൽ ഇവിടെ ഈ ഒരു പോയിന്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ താഴോട്ട് 0ലേക്ക് ആവും. എന്നിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലഗിൻ എന്ന് പറയുന്നത് ഫ്ലോർ ജനറേറ്റർ ആണ്. ഇപ്പോൾ മോഡിഫയർ ലിസ്റ്റിൽ ഫ്ലോർ ജനറേറ്റർ എടുക്കുക. ഇതേപോലെ വന്നിട്ട് ഞാൻ ഇതിനൊന്ന് ഐസൊലേറ്റ് ചെയ്യുകയാണ്. ഓൾട്ട് ക്യൂ പ്രസ് ചെയ്തു, ഒന്ന് ഐസൊലേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് കാര്യങ്ങൾ ലെങ്ത് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഞാനൊരു 100 സെൻറ്റിമീറ്റർ കൊടുക്കുകയാണ്. ഓക്കെ, വിഡ്ത്തും ഞാനൊരു 100 സെൻറ്റിമീറ്റർ കൊടുത്തു. അതിൻ്റെ ഗ്രൗണ്ട് ലെങ്ത്ത് ഞാനൊരു 0.5 അല്ലെങ്കിൽ ഒരു 0.2 കൊടുക്കുകയാണ്. പിന്നെ അതേപോലെ അതിൻ്റെ ഓഫ്സെറ്റ് 20 ആണുള്ളത്. എനിക്ക് ഈ ഒരു ടൈപ്പ് അല്ല വേണ്ടത്, F4 അടിക്കുക നമുക്ക്, അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും വയർ ഫ്രെയിമിൽ. ഇതേപോലെ എനിക്ക് വേണ്ട കറക്റ്റ് സ്ക്വയർ ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ ഈ മിനിമം ഓഫ്സെറ്റ് എന്നുള്ളത് 0 ആക്കുക. അപ്പോൾ ഇതേപോലെ കറക്റ്റ് കിട്ടുന്നത്. ഇനി ഈ ഗ്യാപ്പ്, ഇതിന് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും ഇടയിൽ. ഇതേപോലെ ഗ്യാപ്പ് ഉണ്ടാവും. അതാണ് നമ്മളിവിടെ കൊടുത്ത ഗ്രൗട്ട് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി അത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് 0 ആക്കി കഴിഞ്ഞാൽ ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിവിടെ 100 സെൻറ്റിമീറ്റർ വീതിയും 100 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു ടൈലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് ഐസൊലേഷൻ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്ലോറും ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാനുള്ളത്, ഇതിൽ ഈ സീലിംഗ് നമുക്ക് സെറ്റ് ചെയ്ത് മോഡൽ ചെയ്തെടുക്കണം. അതേപോലെ ബെഡിൻ്റെ സൈഡിലുള്ള ഈ ഒരു ഡിസൈൻ നമ്മളിതിൽ മോഡൽ ചെയ്തെടുക്കണം. ഇത്ര നമ്മളിതിൽ മോഡൽ ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം ഈ ബെഡായി കഴിഞ്ഞാലും ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ആയി കഴിഞ്ഞാലും നമ്മൾ മെഷ് യൂസ് ചെയ്യുകയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാം. ഇനി ഇതുവരെ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടാത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നില്ലേ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ കയറിയിട്ട് മെസ്സേജ് ചെയ്യാം. പിന്നെ നമ്മൾ ഫ്ലോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്ത പ്ലഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് സിമ്പിളാണ്, അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നും അതേപോലെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ ആ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതും നമ്മുടെ ഈ വീഡിയോയിൽ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് വെറുതെ കൂടിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ്, അത് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.